ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തു. ഇനി ക്രിസ്മസ് എക്സാമിന് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഇരിക്കായിരിക്കും നമ്മൾ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പലരുടെയും മനസ്സിലോട്ട് വരുന്ന ഡൗട്ടുകളാണ്, ഏത് പാഠമാണ് ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങുക, ഏത് പാഠത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ അല്ലേ. നമ്മളൊരു പാഠം പഠിച്ചു, എന്നിട്ട് അതിൽ നിന്ന് തീരെ ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പഠിച്ചത് വെറുതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് മാർക്കൊന്നും കിട്ടിയിട്ടുമില്ല, പഠിക്കാത്ത പാഠത്തിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് മാർക്കൊക്കെ കുറഞ്ഞു പോയി എന്നുള്ള സങ്കടം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പാഠങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് കുറവ് മാർക്ക് മാത്രം വരുന്ന പാഠങ്ങൾ ഏറ്റവും അവസാനം പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടൂലേ. അപ്പോൾ അതിന് നമ്മൾ എന്തറിയണം? ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങൾ ഏതാണ്, കുറഞ്ഞ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയണം അല്ലേ. അതറിഞ്ഞാലാണ് നമുക്ക് പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മാഷ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് നമ്മുടെ മാത്സിൽ നിന്ന് ഏതൊക്കെ പാഠങ്ങളാണോ നമ്മൾ പഠിക്കേണ്ട കാര്യം മാഷ് ഈ വീഡിയോയിൽ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഓരോ പാഠത്തു നിന്നും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ എണ്ണവും മാഷ് പറഞ്ഞുതരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഏത് പാഠത്തിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എക്സാമിന്, നമ്മുടെ മാത്സിൻ്റെ എക്സാമിന് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. ഈ പാഠങ്ങൾ കണ്ടോ? ഏതൊക്കെയാണ്? വോളിയം വ്യാപ്തം എന്ന് പറയുന്ന പാഠം, ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന പാഠം, ഡെസിമൽ ഓപ്പറേഷൻസ് ദശാംശ രീതി എന്ന് പറയുന്ന പാഠം, നമ്പേഴ്സ് സംഖ്യകൾ എന്ന് പറയുന്ന പാഠം. ഈ പാഠങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓണപരീക്ഷയ്ക്ക് ഇല്ലാത്ത, അതായത് ഓണപരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ക്രിസ്മസ് എക്സാം ആവുന്നത് വരെ പഠിച്ച പാഠങ്ങളാണ് ഇതൊക്കെ. ഈ പാഠങ്ങളിൽ നിന്നാണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഡൗട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന പാഠങ്ങളാണ് എന്തൊക്കെ? ആംഗിൾസ്, കോണുകൾ, ഏവറേജ്, ശരാശരി, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. ഈ പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് പഠിക്കണം. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാഠം എന്തുകൊണ്ടാണ് മാഷ് ആദ്യം പറഞ്ഞു തരാത്തത്, എന്തുകൊണ്ടാണ് ഈ പാഠങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്, എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ ഓരോ പാഠത്തു നിന്നും എത്ര ആക്ടിവിറ്റീസ് ആണ് ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ പാഠത്തു നിന്നും എത്ര ആക്ടിവിറ്റീസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കേ, നമ്മൾ വോളിയം വ്യാപ്തം എന്നുള്ള പാഠത്തിൽ നിന്ന് എത്ര ആക്ടിവിറ്റി ആണ് വരിക എന്നറിയോ? ഞാൻ ഏറ്റവും ആദ്യം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എത്ര ആക്ടിവിറ്റി ആണ്? എക്സാമിന് ആകെ മാത്സിൻ്റെ ചോദ്യ പേപ്പറിൽ ആകെ എത്ര ആക്ടിവിറ്റീസ് ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം. മാത്സിൻ്റെ എക്സാമിന് ആകെ 8 ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ആകെ 8 ആക്ടിവിറ്റിയേ ഉണ്ടാവുള്ളൂ. അതും ആ 8 ആക്ടിവിറ്റിക്ക് നമ്മൾ ഉത്തരം ചെയ്യണ്ട. അതായത് ഈ 8 ആക്ടിവിറ്റിയിൽ 6 ആക്ടിവിറ്റി നമ്മൾ ശരിയാക്കിയാൽ മതി. അപ്പോൾ 8 ആക്ടിവിറ്റി ചോദ്യ പേപ്പറിൽ ഉണ്ടാവുമെങ്കിലും അതിൽ 6 ആക്ടിവിറ്റി നമ്മൾ ശരിയാക്കിയാൽ മതി. അതായത് 6 ആക്ടിവിറ്റിക്ക് ഉത്തരം എഴുതിയാലും മതി. അപ്പോൾ 6 ആക്ടിവിറ്റി ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് A ഗ്രേഡ്, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ആകെ 8 ആക്ടിവിറ്റിയിൽ 6 ആക്ടിവിറ്റിക്ക് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി, അല്ലെങ്കിൽ അതിൽ 6 ആക്ടിവിറ്റി നമ്മൾ ശരിയാക്കിയാൽ മതി. ഇനി ഞാൻ ഓരോ പാഠത്തു നിന്ന് വരുന്ന ആക്ടിവിറ്റിൻ്റെ എണ്ണം പറയട്ടെ. ഈ ആദ്യത്തെ 4 ചാപ്റ്ററുകൾ കണ്ടോ? ഇതിലുള്ള ഓരോ ചാപ്റ്ററിനും മിനിമം 2 ആക്ടിവിറ്റി ഉണ്ടാവുക. ഇവിടെ നോക്കി, ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാ? വോളിയം വ്യാപ്തം എന്ന് പറയുന്ന പാഠം. ഇതിൽ നിന്ന് 2 ആക്ടിവിറ്റിയാണ് സാധാരണ ചോദിക്കാറ്. പിന്നെ അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ കണ്ടോ? ഈ 2 ചാപ്റ്ററിന് പ്രത്യേകത എന്താ? രണ്ടും ഡെസിമലിനെ കുറിച്ച്, ദശാംശത്തെ കുറിച്ച് പറയുന്ന പാഠം, അതായത് പോയിന്റ് ഉള്ള നമ്പറിനെ കുറിച്ച് പറയുന്ന പാഠം. ഈ പോയിന്റ് ഉള്ള നമ്പറുകൾ ഉപയോഗിച്ചിട്ട് എത്ര ചോദ്യങ്ങൾ എക്സാമിന് വരുന്ന അറിയോ? ഈ രണ്ട് ചാപ്റ്ററിനും കൂടെ 3 ആക്ടിവിറ്റീസ് ആണ് എക്സാമിന് വരിക. അപ്പോൾ ഇതിന് 2, ഇതിന് 3. ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് നമ്പേഴ്സ്, സംഖ്യകൾ എന്ന് പറയുന്ന പാഠം. ഈ പാഠത്തിൽ നിന്ന് 2 ആക്ടിവിറ്റീസ് ആണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ആകെ 8 ആക്ടിവിറ്റീസ് എക്സാമിന് ഉണ്ടാവുള്ളൂ. അതിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഈ 6 എണ്ണത്തിൽ തന്നെ എന്താ? ഇവിടെ എത്ര ആക്ടിവിറ്റി ആയി നോക്കിക്കേ? 2, 3, 2, 2, 3 കൂട്ടിയാൽ 5, 5, 2, 7 ആക്ടിവിറ്റീസ് ആയി. ആകെയുള്ള 8 ആക്ടിവിറ്റീസിൽ 7 ആക്ടിവിറ്റീസ് തന്നെ എന്താ? ഈ 4 പാഠത്തു നിന്നാണ്. അപ്പോൾ ഈ 4 പാഠത്തു നിന്നും കൂടെ 7 ആക്ടിവിറ്റീസ് ചോദിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കി ഒരു ആക്ടിവിറ്റി എവിടെ നിന്നാണ് ചോദിക്കുക? ആ ബാക്കിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ 3 പാഠങ്ങളിൽ നിന്നും കൂടി ചോദിക്കുക. ഈ 3 പാഠത്തു നിന്നും കൂടെ ആകെ ഒരു ആക്ടിവിറ്റി ചോദിക്കുള്ളൂ. ചിലപ്പോൾ ചില എക്സാമിന് എങ്ങനെ ഉണ്ടാവാറുണ്ട് അറിയോ? ചില എക്സാമിന് ഈ 4 പാഠത്തു നിന്നും കൂടെ 7 ആക്ടിവിറ്റി അല്ലേ, അതിന് പകരം ചിലപ്പോൾ 6 ആക്ടിവിറ്റി ആയിരിക്കും ചോദിക്കുക. ഇനി അഥവാ ഈ 4 പാഠത്തു നിന്നും കൂടെ 6 ആക്ടിവിറ്റി ആണ് എക്സാമിനുള്ളതെങ്കിൽ ഈ 3 പാഠത്തും കൂടെ എത്ര ഉണ്ടാവും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 പാഠത്തും കൂടെ
2 ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഈ 3 പാഠത്തു നിന്നും കൂടെ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ 3 പാഠത്തു നിന്നും കൂടെ 2 ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ എവിടെ നിന്നാണ്? നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഈ പാഠങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള മുഴുവൻ ആക്ടിവിറ്റീസും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഈ പാഠങ്ങളൊന്നും പഠിച്ച് സമയം കളയണ്ടല്ലോ എന്ന്. അത് അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പഠിച്ചിട്ടുള്ളൂ ഈ 4 ചാപ്റ്ററുകളിലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള കുറേ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള ഈ 3 പാഠങ്ങൾ കണ്ടോ, ഈ 3 പാഠങ്ങളിൽ നിന്നും കൂടെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 3 കൂടെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടി കഴിയും. ഈ പാഠങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ പാഠങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം എന്താ, ഇതിൽ നിന്ന് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള 2 ഒരു ആക്ടിവിറ്റി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കിട്ടാത്ത ചോദ്യങ്ങൾ ഈ പാഠങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, നമ്മൾ A ഗ്രേഡ് നഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പാഠങ്ങളും ഈ 7 ചാപ്റ്റേഴ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ 4 ചാപ്റ്ററുകൾക്കാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായി, ഏത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും ഏതൊക്കെ പാഠങ്ങളാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ വിഷയത്തിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ വിഷയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ആ കാര്യം ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ നീ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുക, അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക, അങ്ങനെ ആയിരിക്കും നമ്മൾ അടുത്ത ഡൗട്ട്. അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അതിന് നിങ്ങൾക്ക് കൂടെ നമ്മുടെ എജ്യൂപോർട്ട് ഉണ്ട്. അതായത് കൃത്യമായിട്ട് ഈ ഓരോ പാഠത്തിൻ്റെയും വെയിറ്റേജ് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഏതൊക്കെ രൂപത്തിലാണോ ചോദ്യങ്ങൾ വരിക അതിനനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എജ്യൂപോർട്ടിൽ ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ഒരൊറ്റ ലൈവ് മാത്രം കണ്ടിട്ട് ഫുൾ മാർക്ക് മേടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിലായിരിക്കും എജ്യൂപോർട്ടിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇനി അങ്ങോട്ട് ഓരോ എജ്യൂപോർട്ടിൻ്റെ ക്ലാസ്സുകളും കാണുന്നതോടുകൂടി നിങ്ങൾക്ക് A ഗ്രേഡ് ഉറപ്പിക്കുക. ഇനി ഒരു ലൈവ് ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക. കൃത്യം 7:00-ക്കായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ലൈവ് ക്ലാസ്സുകളൊന്നും മിസ്സാവാതെ കാണുക. അതുപോലെ തന്നെ നോട്ടുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ട് നമ്മുടെ എജ്യൂപോർട്ട്. നോട്ടുകൾ എവിടെ ഉണ്ടാവുക? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും അയച്ചു തരിക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെയും സംശയം ഉണ്ടായിരിക്കില്ലേ? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ജോയിൻ ഫോർ നോട്ട്സ് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അതിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചു തരും. അപ്പോൾ നോട്ടുകളായി ക്ലാസ് പോയി ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇതിൽ കൂടുതൽ എന്തായാലും വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എജ്യൂപോർട്ടിലോട്ട് വന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഏതൊക്കെയുള്ള ലൈവ് ക്ലാസ്സിലേക്കായിട്ട് കാണാം. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ ലൈവ് എന്നറിയോ? നമ്മൾ എക്സാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. അതിനുശേഷം ശനിയാഴ്ച നിങ്ങൾക്ക് മെൻറ്റി വാർ നടക്കാറുണ്ട്. ഒരു ഗെയിം പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെൻറ്റി വാർ. എല്ലാ സംഭവം നമ്മുടെ എജ്യൂപോർട്ടിലുണ്ട് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള വിഷയത്തിൻ്റെ വീഡിയോസിലും അതുപോലെ തന്നെ ഓരോ വിഷയത്തിൻ്റെ ലൈവ് ക്ലാസ്സിലേക്കായിട്ട് കാണാം. ബൈ ബൈ.